മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന പ്രമേയവുമായി യൂത്ത് ലീഗ്. തിരൂരങ്ങാടി ആസ്ഥാനമാക്കി പുതിയ ജില്ല രൂപീകരിക്കണം. ഇതാണ് ലീഗിന്റെ പുതിയ ആവശ്യം. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്ത തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രതിനിധി സമ്മേളനത്തിലാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. ജില്ലയ്ക്ക് കിട്ടാതെ പോകുന്ന ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാൻ ജില്ല വിഭജിക്കണമെന്നാണ് പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മലപ്പുറം ജില്ല വിഭജിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് ലീഗ് പ്രമേയം പാസാക്കിയിരിക്കുന്നത്. തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രതിനിധി സമ്മേളനത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാമും സാദിഖലി ശിഹാബ് തങ്ങളും അടക്കം ലീഗിലെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത വേദിയിലാണ് മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യമുയർന്നത്. ഏറനാട്, പെരിന്തൽമണ്ണ, നിലമ്പൂർ താലൂക്കുകൾ ഉൾപ്പെടുത്തി മലപ്പുറം എന്ന പേരിൽ ഒരു ജില്ല രൂപീകരിച്ച് മലപ്പുറം നഗരത്തെ ആസ്ഥാനമാക്കണം. തിരൂർ, പൊന്നാനി, തിരൂരങ്ങാടി, കൊണ്ടോട്ടി താലൂക്കുകൾ ഉൾപ്പെടുത്തി തിരൂരങ്ങാടി എന്ന പേരിൽ പുതിയ ജില്ല രൂപീകരിച്ച തിരൂരങ്ങാടിയെ ആസ്ഥാനമാക്കണം. ഇങ്ങനെ മലപ്പുറത്തെ വിഭജിച്ച് 2 ജില്ലകളാക്കണമെന്നാണ് പ്രമേയത്തിലെ ആവശ്യം. മലപ്പുറം ജില്ല വിഭജിക്കുന്നതിലൂടെ സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് വേഗത്തിലെത്തും എന്നിങ്ങനെ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് പ്രമേയത്തിൽ. അതേസമയം പ്രമേയത്തിനെതിരെ വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. മറ്റു ജില്ലകൾക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും മലപ്പുറം ജില്ലയ്ക്ക് ലഭിക്കുന്നുണ്ടെന്നും മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിഭജനമെന്നുമാണ് ഉയരുന്ന വിമർശനം. ജനം, കോഴിക്കോട്.